Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് എക്സാം വരുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ആണ് ഇൻകം ടാക്സ്. സോ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന എസ്സേ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 280 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOM-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. സോ തേർഡ് സെമസ്റ്ററിലെ പ്രോബ്ലം പേപ്പേഴ്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തതാണ്. ഫോർത്ത് സെമസ്റ്ററിലത്തെ ക്ലാസ്സസ് തേർഡിന്റെ എക്സാം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇൻകം ടാക്സ് പേപ്പറിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, വലിയൊരു സബ്ജക്റ്റ് ആണ്, ബട്ട് നമ്മൾ സ്മാർട്ടായിട്ട് പഠിക്കണം. സോ അതിൽ ഈ ഒരു സബ്ജക്റ്റിലെ ലാസ്റ്റ് 2 മൊഡ്യൂൾസ് തിയറി ഏരിയാസ് ആണ്. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് പാർട്ട് സിയിലും എയിലും കാണാറുള്ളതാണ്. സോ പാർട്ട് എയില് നമ്മൾ 2 വെയിറ്റേജിന്റെ ഏറ്റവും കൂടുതൽ കണ്ടുവന്നുള്ളത് അസസ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. സോ അതില് അസസ്മെന്റിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിലെ 2-3 ചോദ്യങ്ങൾ വരെ പല പേപ്പറിലും ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇതാണ് എനിക്ക് ആദ്യം തരാനുള്ള സജഷൻ. എന്നാ പിടിച്ചോ. സോ ഫസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അസസ്മെന്റിലെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഫേസ്ലെസ് അസസ്മെന്റ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അസസ്മെന്റിലെ ഫേസ്ലെസ് അസസ്മെന്റ്. ദെൻ അതുപോലെ തന്നെ മറ്റൊരു അസസ്മെന്റ് ആണ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. അതുപോലെ തന്നെ സെൽഫ് അസസ്മെന്റും നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും, ഞാൻ സെൽഫ് എന്ന് മാത്രമാണ് കൊടുക്കുന്നുള്ളൂ, സെൽഫ് അസസ്മെന്റും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളതാണ്. ദെൻ പിന്നെ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു അസസ്മെന്റ് ആണ് ജൂറിസ്ഡിക്ഷണലെസ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസസ്മെന്റ്. നിർബന്ധമായും നോക്കിയിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ജൂറിസ്ഡിക്ഷണലെസ് അസസ്മെന്റ്, ഒരു സെക്കൻഡ്, ജൂറിസ്ഡിക്ഷണലെസ് അസസ്മെന്റ്. ഇനി പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു അസസ്മെന്റ് ആണ് റെഗുലർ അസസ്മെന്റ്. വീണ്ടും പ്രതീക്ഷിക്കുന്നതാണ്, ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് റെഗുലർ അസസ്മെന്റ് കേട്ടോ. അപ്പോൾ അസസ്മെന്റ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് നോക്കുക. സോ അതിലെ 2-3 അസസ്മെന്റ് പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളതാണ് കേട്ടോ. ഇനി ഈ ഒരു ചാപ്റ്ററിനുള്ളതാണ് റിട്ടേണിനെ റിലേറ്റ് ചെയ്തിട്ട്. റിട്ടേൺ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ, അതിലെ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്. ബിലേറ്റഡ് റിട്ടേൺ ഏറ്റവും കൂടുതൽ കണ്ടുവന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ബിലേറ്റഡ് റിട്ടേൺ എന്താണെന്നുള്ളത് നിർബന്ധമായും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഫയലിംഗ് ഓഫ് റിട്ടേൺ എന്താണ്, പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഫയലിംഗ് ഓഫ് റിട്ടേൺ എന്താണ്. ദെൻ ഇ ഫയലിംഗ് എന്താണ്, എന്തായാലും നോക്കണം. കമ്പൽസറി റിട്ടേൺ എന്താണ്, ഞാൻ കമ്പൽസറി എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. കമ്പൽസറി റിട്ടേൺ എന്താണ്, നിർബന്ധമായി നോക്കണം. ഡിഫക്റ്റീവ് റിട്ടേൺ എന്താണ്, നിർബന്ധമായി നോക്കണം. റിവൈസ്ഡ് റിട്ടേൺ ഏതാണ്, ഇതൊക്കെ റിട്ടേണിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ അസസ്മെന്റ് ഡിഫറെന്റ് ടൈപ്സ്, റിട്ടേൺ ഡിഫറെന്റ് ടൈപ്സ്, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് പാൻ. പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആണ് പാൻ എന്താന്നുള്ളത്. ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഈ 3 കൺസെപ്റ്റ്. നമ്പർ 1 ടാക്സ് അവോയ്ഡൻസ്, നമ്പർ 2 ടാക്സ് ഇവേഷൻ, നമ്പർ 3 ടാക്സ് പ്ലാനിങ്. ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. എസ്പെഷ്യലി ടാക്സ് അവോയ്ഡൻസും ടാക്സ് ഇവേഷനും നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, അതാണ് തരാനുള്ള മറ്റൊരു സജഷൻ. ഇനി ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാനുള്ള മറ്റൊരു ചോദ്യമാണ് കാഷ്വൽ ഇൻകം എന്താണ്, നിർബന്ധമായി നോക്കിയിരിക്കണം. കാഷ്വൽ ഇൻകം എന്താണ്. ദെൻ അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് മാക്സിമം മാർജിനൽ റേറ്റ് എന്താണ്, കണ്ടുവന്നിട്ടുള്ളതാണ്, നിർബന്ധമായി നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് SSC ആരാണ്, നമ്പർ 1. അതുപോലെ തന്നെ
SSC ഇൻ ഡിഫോൾട്ട് ആരാണ്? SSC ആരാണ്? SSC ഇൻ ഡിഫോൾട്ട് ആരാണ്? അതുപോലെ തന്നെ ഡീംഡ് SSC ആരാണ്? ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നിർബന്ധമായും നോക്കിയിരിക്കണം കേട്ടോ. SSC ഇൻ ഡിഫോൾട്ട്, ഡീംഡ് SSC. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ. നമ്മൾ അടുത്ത് പ്രതീക്ഷിക്കുന്നത് ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്ററിൽ നിന്നാണ്. ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ഒരു ചോദ്യം വരാറുണ്ട്. ഒന്നുകിൽ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്താണ്, അതല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്താണ്, ദെൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്താണ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്താണ്. ഏറ്റവും കൂടുതൽ കണ്ടുവരാറ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്താന്നുള്ള ചോദ്യമാണ്. നിർബന്ധമായും നോക്കിയിരിക്കണം കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ തരാനുള്ളത് HP നിന്നാണ്. HP നിന്ന് പലപ്പോഴും ചോദിക്കാറുള്ളതാണ് ആനുവൽ വാല്യൂ എന്താണ്. ആനുവൽ വാല്യൂ എന്താണ്? അതിലെ ഡിഫറെന്റ് വാല്യൂസ് ഇല്ലേ? മുനിസിപ്പൽ റെന്റൽ വാല്യൂ MRV, ഫെയർ റെന്റൽ വാല്യൂ FRV, എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ, ഇതൊക്കെ എന്താണെന്നുള്ളത് നോക്കിയിരിക്കണം. നമുക്ക് 2 വെയിറ്റേജിന്റെ പ്രതീക്ഷിക്കാം കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ. നമ്മൾ സാലറി ടോപ്പിക്കിലെ PF-നെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. PF എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, ദെൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് RPF, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. ഇതൊക്കെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആണ്, നിർബന്ധമായും നോക്കിയിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ് ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്താണ്. ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്താണ്? നിർബന്ധമായും നോക്കിയിരിക്കണം, റിപ്പീറ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് PGBP-യിൽ നിന്ന് പലപ്പോഴും കണ്ടുവരാറുള്ളതാണ് ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്താണ്. ബ്ലോക്ക് ഓഫ് അസറ്റ്സ്, സിമിലർ ഡിപ്രീസിയേഷൻ ഒറ്റ ഹെഡിൽ നമ്മൾ കാണിക്കുന്നതാണ് ഈ പറയുന്ന ബ്ലോക്ക് ഓഫ് അസറ്റ്സ്. ഒരേ ഡിപ്രീസിയേഷൻ റേറ്റ് വരുന്നത് പലപ്പോഴും റിപ്പീറ്റ് ആണ് കേട്ടോ, നോക്കിയിരിക്കണം. മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ. അടുത്ത സജഷൻ ആയിട്ട് പറയാനുള്ളത് ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്താണ്. പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളതാണ് ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്താണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അത് 3 വെയിറ്റേജിൻ്റെ ആവാം, അതല്ലെങ്കിൽ 2 വെയിറ്റേജിലും പ്രതീക്ഷിക്കുക കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ. എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, TCS, അഡ്വാൻസ് ടാക്സ്. റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ. ക്ലബിംഗ് ഓഫ് ഇൻകം എന്താണ്? നമ്മളത് 3 വെയിറ്റേജിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ്, ഇതിലേതെങ്കിലും നമുക്ക് മാറി മാറി പ്രതീക്ഷിക്കാം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ആൻഡ് മൂവിങ് ടു വൺ മോർ സജഷൻ. നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണ്, അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം എന്താണ്, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റ് ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ വലിയൊരു സബ്ജക്റ്റ് ആണ്, ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ സ്മാർട്ടായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് 7 ചോദ്യങ്ങളിൽ ഒരു 4 എണ്ണം കിട്ടാൻ ഒരു പാടുണ്ടാവില്ല. 4 എണ്ണമല്ലോ നമുക്ക് വേണ്ടേ. അപ്പോൾ ഏതൊക്കെയാണ് ഞാൻ സജഷനായിട്ട് തന്നെ അസസ്മെന്റിലെ ഡിഫറെന്റ് ടൈപ്പ് നോക്കുക. അതിലേതെങ്കിലും 2 ചോദ്യങ്ങൾ വരെ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളതാണ് ഫേസ്ലെസ്, ബെസ്റ്റ് ജഡ്ജ്മെന്റ്, റെഗുലർ, ഈ പറഞ്ഞ സെൽഫ്, ഇതൊക്കെ കേട്ടോ. റിട്ടേൺ ഡിഫറെന്റ് ടൈപ്സ് നോക്കുക. ബിലേറ്റഡ് റിട്ടേൺ ഇമ്പോർട്ടന്റ് ആണ്. ഇ ഫയലിംഗ്, ദെൻ ഡിഫക്റ്റീവ് റിട്ടേൺ, ഇതൊക്കെ റിപ്പീറ്റ് ആണ് കേട്ടോ, നോക്കിയിരിക്കണം. പാൻ എന്താണ്, ടാക്സ് അവോയ്ഡൻസ്, ഇവേഷൻ, പ്ലാനിങ്, ക്യാഷ് ഇൻകം, മാക്സിമം മാർജിനൽ റേറ്റ്, SSC ഇൻ ഡിഫോൾട്ട്, ഡീംഡ് SSC ആരാണ്, ക്യാപിറ്റൽ ഗെയിനിലത്തെ, അതുപോലെ തന്നെ HP-യിൽ നിന്ന് ആനുവൽ വാല്യൂ, PF-ന്റെ ഡിഫറെന്റ് ടൈപ്സ്, ട്രാൻസ്ഫേർഡ് ബാലൻസ്, ബ്ലോക്ക് ഓഫ് അസറ്റ്സ്, അതുപോലെ തന്നെ ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, CBDT, TDS, TCS, അഡ്വാൻസ് ടാക്സ്, ക്ലബിംഗ്, സെറ്റ് ഓഫ്, ദെൻ ഗ്രോസ് ടോട്ടൽ ഇൻകം, ടോട്ടൽ ഇൻകം. ഇതല്ലാണ്ടും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് നമുക്ക്. ബട്ട് 4 എണ്ണം കിട്ടാൻ നിങ്ങൾ ലാസ്റ്റ് മൊമെന്റിൽ ഇത്ര ചോദ്യങ്ങളിലോട്ടെങ്കിലും മിനിമം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് എയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. സോ നെക്സ്റ്റ് നമുക്ക് പാർട്ട് ബിയില് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.